ഹലോ എവ്രിവൺ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ബ്ലെസ്സിങ്സ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. സോ എന്ത് അനുഗ്രഹങ്ങൾ ആണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഈ ബ്ലെസ്സിങ്സ് അടുത്ത 3 മാസം അടുത്ത 3 മാസം വരെ ആപ്ലിക്കബിൾ ആണ്. ഈ വീഡിയോ എപ്പോൾ കിട്ടുന്നോ അന്നൊട്ട് 3 മാസം വരെയാണ് നോക്കേണ്ടത്. എൻ്റെ വീഡിയോസ് കാണുന്ന പല പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എനിക്കറിയാം ചില പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഇൻഫോർമേഷൻസ് എല്ലാം അവർക്ക് റെസനേറ്റ് ആകാറുണ്ട്. പക്ഷേ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് യു ദാറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം അത് ലോ ഓഫ് കർമ്മയിൽ വരുന്നതാണ്. ഏതൊക്കെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ബ്ലോക്കേജസ് ഏറെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ബ്ലോക്കേജസ് ആണ്. എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശരിയാവുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബിക്കോസ് ചില സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നുണ്ടാകാം. നിങ്ങൾ പല ചാനൽസ് കാണുന്നുണ്ടാകാം. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാ ചാനൽസും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ചാനൽസും നിങ്ങൾ കേൾക്കാറുണ്ടാകാം, വീഡിയോ കാണാറുണ്ടാകാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ടാകാം. അവിടെ നിങ്ങൾ ബ്ലോക്കേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഹീലറുടെ അടുത്ത് പോയി ചോദിച്ചോളൂ, ആരോട് വേണമെങ്കിലും നിങ്ങൾക്കിത് കൺഫേം ചെയ്യാം. ഓർ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കാര്യം എന്താണ് എന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. സോ ബ്ലെസ്സിങ്സ് കമ്മിങ് യുവർ വേ, 2 of Wands. All right. Blessings. The Magician, 2 of Swords. 10 of Swords, 7 of Wands, ദി ഹാങ്മാൻ ആൻഡ് ദ 4 of Wands ആണ് വന്നിരിക്കുന്നത്. സോ പ്രേക്ഷകർക്ക് വരുന്ന ബ്ലെസ്സിങ്സ്, പ്രേക്ഷകർ എപ്പോഴും കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. ഏതൊക്കെ പ്രേക്ഷകർക്ക് ജഗ്ലിംഗ്, ദാറ്റ് ഈസ് ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാൻ, പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്തെടുക്കാൻ പറ്റാറില്ല. അങ്ങനത്തെ പ്രേക്ഷകർക്ക് ടൈം മാനേജ്മെൻറ്റ് നല്ല ഭംഗിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഡിസിപ്ലിൻ സെറ്റ് ആകുകയാണ്. ഏതൊക്കെ പ്രേക്ഷകർക്ക് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ താമസിക്കുന്നത് ആ റീജിയനിൽ നിന്ന് വെളിയിലോട്ട് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരിടത്ത് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഭാവനകളാണ് വരാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നിങ്ങളും കൂടി പ്രയത്നിക്കണം. ചില പ്രേക്ഷകർക്ക് പാസ്പോർട്ട് റെഡി ആക്കേണ്ട ഉണ്ടാകും, വിസ റെഡി ആക്കേണ്ട ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് മാറ്റേണ്ടതുണ്ടാകും. സോ ഇവിടെ പറയുന്നത് അതിന് തയ്യാറെടുക്കൂ. മജീഷ്യൻ കാർഡാണ് വന്നത്. പ്രേക്ഷകരുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽസ് വർദ്ധിക്കാൻ പോകുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് അവർക്ക് ശരിയാകുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക് ഏത് എന്നത് വ്യക്തമാകുന്നതാണ്. സോ ചില പ്രേക്ഷകരുടെ മാനിഫെസ്റ്റേഷൻസ്, ദാറ്റ് ഈസ് ഏറെ ടിപ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ഏറെ ടെക്നീക്സ് ചെയ്യുന്നുണ്ടാകാം, ആൻഡ് അതെല്ലാം ഫലിക്കണം എന്നില്ല. സോ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഫലിക്കുന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്, ആൻഡ് അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ പ്രേക്ഷകർക്ക് ഏറെ സ്ട്രഗിൾസ് ആയിരുന്നു ലൈഫിൽ. അത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാകാം, നിങ്ങളുടെ ലവ്ഡ് വൺസ്, നിങ്ങളുടെ സ്നേഹിതർ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാകാം. ആൻഡ് അതിലൂടെ നിങ്ങൾ ഏറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം, ഏറെ ബുദ്ധിമുട്ടുകൾ, ഏറെ ജോലികൾ, നിങ്ങളുടേതല്ലാത്ത ജോലികൾ നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടാകാം. അതൊക്കെ മാറിപ്പോകുന്നതാണ്. കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഏതൊക്കെ ജോലി എൻ്റേത് അത് ഞാൻ ആദ്യം ചെയ്യും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വരുന്നത്. മറ്റ് ആൾക്കാരുടെ ജോലികൾ നിങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യാൻ. നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ കരിയർ ആൻഡ് ബിസിനസ്സിലും ബാധകമാണ്. നിങ്ങൾ പല ജോലികൾ ഏറ്റെടുത്തിരുന്നു, സ്വയമേ ചെയ്തിരുന്നു. അത് നിങ്ങൾ ഇനി നിങ്ങളുടെ സ്റ്റാഫിൽ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ ഡെലിഗേറ്റ് ചെയ്യുകയാണ്.
ഏറെ പ്രേക്ഷകർ ഈ ഒരു 3 മാസത്തിൽ ഏറെ മെഡിറ്റേഷനിലേക്ക് പോകുകയാണ്. ഓക്കെ, നിങ്ങൾ ഏറെ ടൈം മെഡിറ്റേഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ആസ് വെൽ ഏറെ പ്രേക്ഷകർക്ക് ഡൗൺലോഡ്സ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ ഡൗൺലോഡ്സ്. ഓക്കെ, അത് ചില സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐഡിയ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കുന്നതാകാം, നിങ്ങൾക്കൊരു അഭിപ്രായം കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഉത്തരം വരുന്നതാകാം. ഓക്കെ, സോ ദാറ്റ്സ് കമ്മിങ് ഫോർ യു. ആൻഡ് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് പല പ്രേക്ഷകർക്കും. വീട് ആഗ്രഹിക്കുന്ന, ഓക്കെ, വീട് മാറാനാകാം, പുതുതായി പണിയാനാകാം, റെനോവേഷൻ ആകാം, അത് പ്രേക്ഷകർക്ക് വരുന്നുണ്ട്. മാരേജ് നോക്കുന്ന പ്രേക്ഷകർക്കും അതിൻ്റെ സാധ്യത ഏറെ ഉണ്ടാകും ഈ 3 മാസം. സോ ട്രൈ ഔട്ട്. ഓക്കെ, ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ്. ഓക്കെ, പ്രൊഫൈൽ അപ്ഡേറ്റ് എന്നാണ് വരുന്നത്. സോ എവിടെയോ പ്രേക്ഷകർ അവരുടെ കഴിവിനെ, അത് നിങ്ങളുടെ ജോലിപരമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആകാം, നിങ്ങളുടെ വർക്ക് സ്റ്റേറ്റസ് ആകാം, അത് ഏറെ കാണിച്ചു തുടക്കൂ, ആൾക്കാരെ കാണിക്കൂ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ സ്റ്റേറ്റസ് ഉയരാൻ, ഓക്കെ, ആൾക്കാർ നിങ്ങളെ അറിയാൻ, നിങ്ങളുടെ ജോലി എന്താണ് അറിയാൻ, നിങ്ങളുടെ സ്കിൽസ് എന്താണ് അറിയാൻ. ഓക്കെ, അതിലൂടെ നിങ്ങളുടെ സ്റ്റേറ്റസ് വളരുകയാണ്. ആൻഡ് അതിലൂടെ ചില പ്രേക്ഷകർക്ക് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. റിവാർഡ്സ് ഇൻ ദ സെൻസ് ചെറിയ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം, പ്രൊമോഷൻ ലഭിക്കുന്നതാകാം. ആൻഡ് ചില പ്രേക്ഷകർക്ക് റിക്കഗ്നിഷൻ, ഓക്കെ, റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം. സോ ഈ 3 months വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രേക്ഷകർക്ക്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് എൽസ്. എന്ത് ബ്ലെസ്സിങ്സ് ആണ് പ്രേക്ഷകർക്ക് ഈ 3 മാസം? സി യൂണിവേഴ്സ്. സോ നിങ്ങൾക്ക് ഫേവറിലാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഫേവറിലാണ് നിൽക്കുന്നത്. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, സ്വിച്ച് വേർഡ്സ്, അഫർമേഷൻസ്, മെഡിറ്റേഷൻ, റിച്വൽസ് ചെയ്യൂ. 100% ട്രസ്റ്റോടെ ചെയ്യൂ. അവെയർനെസ്, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വളരുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ചില പ്രേക്ഷകർ മെഡിറ്റേഷനിൽ മുഴുകാൻ പോകുകയാണ് ഈ 3 മാസം. അവരുടെ അവെയർനെസ് കൂടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റീസ്, ക്ലിയർ എബിലിറ്റീസ് മനസ്സിലാകുന്നതാണ്. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങുന്നതാണ്. ദാറ്റ് ഈസ് ഏറെ പ്രേക്ഷകർക്ക് ഏറെ വിഷമങ്ങൾ, ആ വിഷമങ്ങളിൽ നിന്ന് വെളിയിലിറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഈവൻ തോ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹോപ്പോനോപോനോ കേൾക്കുന്നുണ്ട്. സോ ഹോപ്പോനോപോനോ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ലായിരുന്നെങ്കിൽ വിത്തിൻ 5 months, ഓക്കെ, 3 months, ഈ 3 മാസത്തിൻ്റെ എൻഡിങ് തുടങ്ങി 5 മാസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ആ ഒരു കാര്യം, ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നതാണ്. ബാലൻസ്, നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ആണ് വരുന്നത്. ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ, ഏത് പ്രേക്ഷകരുടെ ജീവിതത്തിലാണോ ബാലൻസ് വരുന്നത്, അവർ 11 എന്ന നമ്പർ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടാകാം. അത് മിനിറ്റ്സ് ആകാം, സെക്കൻഡ്സ് ആകാം, നിങ്ങളുടെ പേജസ് ആകാം, ബുക്ക് പേജസ് ആകാം, ഓർ എവിടെയെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ 11 എന്ന് നിങ്ങൾ കാണുന്നുണ്ടാകാം. ഓക്കെ ഗൈസ്, സോ ഇതാണ് 3 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ പർട്ടിക്കുലർലി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് എൻ്റെ വീഡിയോസ് ആൻഡ് എൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് വേസ്റ്റായി പോകുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് ഏറെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.